നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CBI പേടിയിലാണ് CPM കണ്ണൂർ നേതൃത്വവും PP ദിവ്യയും. ദിവ്യയ്ക്ക് പഴയ ആ അഹങ്കാരവും ധാർഷ്ട്യവും ഇപ്പോൾ ഇല്ല എന്നാണ് കണ്ണൂരിലെ CPMകാർ തന്നെ ഇപ്പോൾ അടക്കം പറയുന്നത്. ദിവ്യയ്ക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം കണ്ണൂർ CPMലുണ്ട്. അവരിപ്പോൾ ആഘോഷത്തിലാണ്. PP ദിവ്യ വീഴണം എന്നത് തന്നെയാണ് അവരുടെയും ആവശ്യം. കാരണം കണ്ണൂർ CPMനെ കൈയടക്കി വെച്ചിരിക്കുന്നത് ഒരു കൂട്ടം മാഫിയ സംഘമാണെന്ന് ഇവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ദിവ്യയ്ക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് ഒരു വിഭാഗം CPMകാർ. ഇപ്പോഴത്തെ CPMന്റെ ഒരു നീക്കം, അതായത് ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന CPM നേതാക്കൾ, പ്രത്യേകിച്ച് PP ദിവ്യയെ പിന്തുണയ്ക്കുന്നവർ CBIയുടെ കരങ്ങളിൽ നിന്ന് ദിവ്യയെ രക്ഷിക്കാനുള്ള ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് PP ദിവ്യയെ പല ചുമതലകളിലേക്കും ഇവർ കൊണ്ടുവരുന്നത്. PP ദിവ്യയെ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് അംഗം പദവിയിലേക്ക് തെരഞ്ഞെടുത്തിരുന്നു. ഇത് കൃത്യമായ CPMന്റെ ഒരു നീക്കമാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഒരു ഉന്നത പദവിയിൽ ദിവ്യയെ പ്രതിഷ്ഠിക്കണം. അങ്ങനെ വന്നാൽ CBIക്ക് ഇവരെ ചോദ്യം ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങൾ എടുക്കേണ്ടി വരും. അത്തരത്തിൽ എളുപ്പത്തിലൊന്നും ദിവ്യയെ ചോദ്യം ചെയ്യലിന് വിട്ട് കൊടുക്കാതിരിക്കാനുള്ള ഒരു നീക്കമാണ് CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നവീൻ ബാബു മരിച്ചതിന് ശേഷം ദിവ്യക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോഴും പാർട്ടി അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നല്ലോ സ്വീകരിച്ചത്. കോടതിയിൽ പോലും, അതായത് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഇവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ അന്ന് വക്കീലും, അതായത് വിശ്വൻ വക്കീല്, CPMന്റെ ക്രിമിനൽ വക്കീല് അന്ന് വാദിച്ചത് PP ദിവ്യ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളാണ്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് അവർക്ക്. ഇത് മാത്രമല്ല, അത്ര വലിയൊരു പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ജാമ്യം കിട്ടിയാലും ഇവർ എങ്ങോട്ടും പോകില്ല, അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകുമെന്നുള്ള ഭയമൊന്നും വേണ്ട എന്നൊക്കെയുള്ള ഒരു വാദമായിരുന്നു ഇവർ ഉയർത്തിയത്. ഇപ്പോഴും അതേ ഒരു നീക്കമാണ് നടത്തുന്നത്. അതായത് എല്ലാവരും ഈ വിഷയം ഒന്ന് കെട്ടടങ്ങിയിരിക്കുന്ന സമയത്ത് PP ദിവ്യയെ ആരും അറിയാതെ പല പദവികളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു ഉയർന്ന പദവിയിൽ ഇതിന് CBI അന്വേഷണം വന്നാലും അതിന് തടയിടുന്നതിന് വേണ്ടി ദിവ്യയെ എത്രയും പെട്ടെന്ന് ഒരു ഉന്നത പദവിയിൽ എത്തിക്കുക എന്നുള്ളതാണ് CPM ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതുമാത്രമല്ലല്ലോ, ഇപ്പോഴത്തെ മറ്റൊരു വിഷയം കൂടി, അതായത് കേരളം തന്നെ ഞെട്ടിയിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ. അതിലും അടിവരയിട്ടിവർ പറയുകയാണ്, പോലീസിന്റെ സത്യവാങ്മൂലത്തിലും അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒക്കെ തന്നെ അടിവരയിട്ടിവർ പറയുന്നത് ഇത് ആത്മഹത്യ തന്നെയാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം നടന്നതിൽ പോലും പല സംശയങ്ങളാണ് ഉയർന്നു വരുന്നത്. പോസ്റ്റ്മോർട്ടത്തിലുള്ള ചില കാര്യങ്ങൾ ആദ്യം പറയാം. സംശയകരമായ പരിക്കുകളോ മുറിവുകളോ ദേഹത്തില്ല. ആന്തരിക അവയവങ്ങളിൽ അസ്വാഭാവികതയില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സർക്കാർ കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം കുടുംബം പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടത്തിയതിന് ശേഷമാണ് ബന്ധുക്കളെ അറിയിച്ചത് പോലും. പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കോഴിക്കോട് നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു കുടുംബം. എന്നാൽ അതുപോലും അംഗീകരിക്കാതെ തിടുക്കപ്പെട്ടാണ് ഇവർ പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതുമാത്രമല്ല, മറ്റൊരു അട്ടിമറി നടന്നിരിക്കുന്നത് നവീൻ ബാബുവിന്റെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് വേണ്ടി മാറ്റിയിട്ടില്ല. ഇതുതന്നെയാണ് ഏറ്റവും വലിയ ചതി ഇവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ പോലും പല ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുകയാണ്. എന്നിട്ടും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വിട്ടുകൊണ്ട് പോലീസ് പറയുകയാണ് ഇത് ആത്മഹത്യ തന്നെയാണ് എന്നുള്ളത്. വലിയ സംശയങ്ങൾ വീണ്ടും ഉയരുന്നു. എന്തായാലും 12-ന് കോടതി CBI അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ളതിൽ തീരുമാനം പറയും. ഉറപ്പായും കോടതി ഇതെല്ലാം തന്നെ പരിഗണിക്കും. ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഈ ദിവ്യയിലേക്കും അതുപോലെ തന്നെ പലരിലേക്കും വിരൽ ചൂണ്ടുന്ന ഒരുപാട് തെളിവുകൾ ഒക്കെ തന്നെ ഇവിടെ അവശേഷിക്കുന്നു. അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കാൻ കോടതിക്കാകില്ല. മഞ്ജുഷയ്ക്ക് അനുകൂലമായ ഒരു വിധി തന്നെ 12-ാം തീയതി ഉണ്ടാകും എന്നുള്ളത് കേരളം ഒന്നിച്ചു വിശ്വസിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.